മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ 2022 രജിസ്റ്റർ ചെയ്ത കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിച്ചെടുത്തത് പോലീസിലെ ഉന്നതൻ. ഈ കേസ് പോലീസ് എഴുതി തള്ളുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂതകാലം തേടിപ്പോയ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ എഴുതിത്തള്ളൽ ഇപ്പോൾ കണ്ടെത്തുന്നത്. പ്രാഥമിക അന്വേഷണം പോലും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ലെന്ന് സൂചനയുണ്ട്. മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിസരത്തെ കാറു കത്തിക്കലിന് പിന്നിലെ ദുരൂഹത ഇനിയും മാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംഭവം നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ടവർ ലൊക്കേഷൻ കൊച്ചിയിൽ ആയിരുന്നത്രേ. അതുകൊണ്ട് തന്നെ കേസ് എഴുതിത്തള്ളി. ആർക്കെങ്കിലും കൊട്ടേഷൻ നൽകി കാർ കത്തിച്ചതാണോ എന്ന് പോലും പോലീസ് പരിശോധിച്ചില്ല. അടിമുടി ദുരൂഹമാണ് ഈ കേസ് എഴുതിത്തള്ളൽ. 2022 ഓഗസ്റ്റിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. IPCയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ്. 25 ഓഗസ്റ്റിനായിരുന്നു സംഭവം. കിണവൂർ വാർഡിലെ മുണ്ടയ്ക്കൽ ലെയിനിലായിരുന്നു കാർ കത്തിക്കൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാടകക്കാരനായിരുന്നു പരാതിക്കാരൻ. വാടക കുടിശ്ശിക നൽകാത്തതിന് പ്രതികാരം തീർക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം 2 പേർ കാറിന് തീയിട്ടുവെന്നതാണ് പരാതി. രാത്രി 10:30 കത്തിച്ചെന്ന് FIR-ൽ പറയുന്നു. കാർ പോർച്ചിലിട്ടിരുന്ന കാറാണ് എന്തോ ഒരു രാസവസ്തു ഉപയോഗിച്ച് കത്തിച്ചതെന്നാണ് FIR. എന്നാൽ FIR-നപ്പുറം കേസ് അന്വേഷണം പോയില്ല. ശബരിമലയിലെ ഉന്നത ബന്ധങ്ങൾ കാരണം കേസ് എല്ലാ അർത്ഥത്തിലും എഴുതിത്തള്ളി. പരാതിക്കാരന്റെ സ്വഭാവം ശരിയല്ലെന്ന വിചിത്ര ന്യായവും പോലീസ് ഇതിനായി കണ്ടെത്തി. സ്ഥലത്ത് CCTV ഇല്ലാത്തതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തുണയായി. മറ്റു 2 പേരെ കൊണ്ട് തന്റെ കാർ കത്തിച്ചെന്നായിരുന്നു പരാതിക്കാരൻ ഉന്നയിച്ചത്. ഈ കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ടവർ ലൊക്കേഷൻ കൊച്ചിയിലാണെന്ന കണ്ടെത്തലിൽ കേസ് എഴുതിത്തള്ളിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ താമസിച്ചിരുന്ന ആളുമായി തർക്കമുണ്ടായിരുന്നു. 2 കൊല്ലത്തോളം ഇയാൾ വാടകയിൽ കുടിശ്ശികയും വരുത്തി. ഈ പരാതിയും പോലീസിന് മുന്നിലെത്തിയിരുന്നു. ഇതിനിടയിലാണ് പോർച്ചിലെ കാർ കത്തിയത്. ഇതുകൊണ്ട് തന്നെ ആരാകും ഇത് ചെയ്യിപ്പിച്ചതെന്നും വ്യക്തമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് പരാതിയിൽ പോലീസ് FIR ഇട്ടത്. എന്നാൽ ആൾ ആരാണെന്ന് മനസ്സിലായതോടെ എല്ലാം ആവിയായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ കേസിൽ നിന്നും തന്നെ രക്ഷിച്ചവർ ഈ കേസിലും കാക്കുമെന്നതാണ് വിശ്വാസം. എന്നാൽ ഹൈക്കോടതി ഇടപെടൽ നിർണായകമാണ്. മണ്ണന്തല കേസ് പോലെയാകില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ്, ശബരിമലയിലെ സ്വർണ്ണപ്പാളി, താങ്ങുപീഠം എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതരുമൊത്തുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ അന്വേഷണ സംഘം ദുരൂഹത കണ്ടെത്തിയിരിക്കെയാണ് ഉന്നതരുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നത്. ഈ ബന്ധങ്ങളും ചിത്രങ്ങളും ഇയാൾ തട്ടിപ്പുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണിപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. സെക്രട്ടേറിയറ്റ് വളപ്പിലുള്ള ചടങ്ങിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് ADGPയെ ആദരിക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ഉന്നതർക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ടിനായി ഇയാൾ പ്രത്യേക സന്ദർഭം ഒരുക്കിയിരുന്നു എന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം പൂശുന്നതിന്റെയും അന്നദാനത്തിന്റെയും വഴിപാടുകളുടെയും പേരിൽ വ്യാപക പണപ്പിരിവ് നടത്തിയതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയത് പണപ്പിരിവിന് വേണ്ടിയാണെന്നും വിജിലൻസിന്റെ സംശയമുണ്ട്. നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലും സ്വർണ്ണപ്പാളി എത്തിച്ച് പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഉന്നത ബന്ധങ്ങൾ പലതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഇയാൾ പണപ്പിരിവ് നടത്തിയെന്നും ആരോപണമുണ്ട്. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ എന്ന പേരിൽ ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജിച്ചിരുന്നു എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ബംഗളൂരുവിൽ പലിശയ്ക്ക് പണം കടം കൊടുത്തയാളെന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 8 വർഷം മുൻപ് മണ്ഡലകാലത്ത് കീഴ്ശാന്തിയുടെ പരികർമ്മികളിൽ ഒരാളായി ശബരിമലയിൽ എത്തുകയായിരുന്നു ഇയാൾ. പിന്നീട് ശബരിമലയിൽ വില കൂടിയ സമർപ്പണം നടത്താനുള്ള ഇടനിലക്കാരനായി മാറുകയായിരുന്നു.